ഹലോ ഗൈസ്, ശ്രുതി തമ്പിയുടെ പുതിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക ഗൈസ്. ശ്രുതി തമ്പി പറയുന്നുണ്ട് അവരുടെ സക്സസ് ജേണി എങ്ങനെയായിരുന്നു, അവരുടെ ലൈഫ് എങ്ങനെയാണ് സക്സസ്ഫുൾ ആക്കിയത്, അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം, അവർ തകർച്ചകൾ തളർച്ചകൾ എന്തൊക്കെയായിരുന്നു എന്ന്. തകർച്ചല്ല കേട്ടോ, അവർ ക്യാപ്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്, പക്ഷെ തകർന്നിട്ടില്ല എന്ന്. ഡിപ്രഷനൊക്കെ അടിച്ചിട്ട് ഒരു മുക്കിൽ മറ്റുള്ളവരാൽ ചവിട്ടി തേക്കപ്പെട്ടിട്ട് കുറേ ഇരുന്നിട്ടുണ്ട്. 3 മാസത്തോളം ആരും സംസാരിക്കാനില്ലാണ്ട്, എടുത്തുയർത്താൻ അടുത്ത സുഹൃത്തുക്കളില്ലാണ്ട് ഇരുന്നിട്ടുണ്ട്. ഫേക്ക് ന്യൂസുകൾ, ട്രോളുകൾ ഒക്കെ വന്നിട്ട് ആകെ തരിപ്പണമാവണ രീതിയിൽ എത്തും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്നൊക്കെ കയറി വന്നിട്ടുണ്ട്. അവസാനം 1.25 കോടിയുടെ വീട്, 25 ലക്ഷത്തിൻ്റെ കാറ് ഒക്കെ അവർ ഉണ്ടാക്കി വാങ്ങി. അതേപോലെ തന്നെ അച്ഛനെയും അമ്മേനെയൊക്കെ വളരെ സന്തോഷത്തോടെ അവരിപ്പോൾ വെക്കുന്നുണ്ട്. അച്ഛനും അമ്മയൊക്കെ വളരെ പ്രൗഡാണ് സുധി തമ്പിയുടെ കാര്യത്തിൽ. എനിക്കെന്തായാലും സുധി തമ്പിയുടെ അടുത്ത് വളരെയധികം റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. ഉള്ള കാര്യം പറയാലോ. അതായത് അവർ പറയുന്നുണ്ട്, അപ്പോൾ പലരും പറയുന്നുണ്ട് ഇവർക്ക് കള്ളപ്പണത്തിൻ്റെ ഏർപ്പാടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവള് മറ്റേ പരിപാടിയാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പൊതുവേ സ്ത്രീകളെ സ്ട്രഗിൾ ചെയ്ത് കയറി വരുന്ന സ്ത്രീകളെ സ്ലട്ട് ഷെയിം ചെയ്യാനുള്ള ഒരു പ്രവണത പൊതുവേ സദാചാര മലയാളി സമൂഹത്തിന് കൂടുതലാണ് കേസ്, അല്ലേ? എന്താ ചെയ്യുക, ഒരാൾ നന്നായി വരണം നമുക്ക് പിടിക്കില്ല അല്ലേ, അതാണ് അതിൻ്റെ കാര്യം. അവർ പറയുന്നുണ്ട് ടിക്ടോക്കിൽ അവരിങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത്, ലൈഫിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത്, അപ്പോഴാണ് ഗെയിമിങ്ങിൻ്റെ ഒരു സംഭവം അവിടെ വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഗെയിമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 11 മണി മുതൽ 4 മണി വരെ രാത്രി കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും സ്ട്രെസ്സിൻ്റെ ഇടയിലും ഗെയിം ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്ന പൈസയും കൊണ്ടാണ്, അതാണ് അവരുടെ മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ടിക്ടോക്കാണ് പറയുന്നത്. അത് ഇന്ത്യയിലില്ല, ബാൻഡാണ്, അല്ലേ, UAE-ലൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അവരുടെ പൈസ ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ എന്തായാലും അവർ എന്താ പറയുക, 2018 എന്തോ അവർ കുറേ വിഷ് ലിസ്റ്റ് വെച്ചിരുന്നു, ആഗ്രഹങ്ങൾ, ഡ്രീംസൊക്കെ. കുറേ ഡ്രീംസ്, ഐഫോൺ ലേറ്റസ്റ്റ് വേർഷൻ, അല്ലേ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം, ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഡ്രസ്സുകളൊക്കെ, മെറ്റീരിയൽസ്, സാധനങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടായിരുന്നു. അതേപോലെ വീട് വെക്കണം, കാറ് വാങ്ങണം, കാർ അപ്ഗ്രേഡ് ചെയ്യണം എന്നൊക്കെ. അതേപോലെ അച്ഛനും അമ്മയ്ക്കൊക്കെ അവരുടെ പേരിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബാങ്ക് ബാലൻസ്, അതേപോലെ സ്വന്തം അക്കൗണ്ടിൽ നല്ല പൈസ ഉണ്ടാക്കുക എന്നുള്ള സംഭവമൊക്കെ, ഇതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് അവർ പറയുന്നുണ്ട്. അത് വലിയ കാര്യമല്ലേ കേസ്, വലിയ കാര്യമാണ്. അപ്പോൾ എന്തായാലും അതേപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന വേറൊരു സംഗതി, ആരുമില്ലാത്ത ഒരു അനാഥനായ ഒരു പയ്യനെ, ഒരു ചെങ്ങായിനെ കല്യാണം കഴിക്കണമെന്നുണ്ട്. ഇങ്ങനൊക്കെ ഒരു സംഭവം, അതൊക്കെ ഒരു വലിയ സംഭവമാണ്, നല്ല മാതൃകാപരമായ ഒരു സംഗതിയാണ്. ഇവർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. അവർ +2 സയൻസ് എടുത്തതിന് ശേഷം അവൻ്റെ എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്കിന് പോയത്, അങ്ങനെ പഠിക്കാൻ പോയി, എയർ ഹോസ്റ്റസ് ആയിട്ടല്ലേ. പിന്നെ ഡിഗ്രി ചെയ്തു മലയാളം, PG മലയാളം ചെയ്തു, അങ്ങനെയുള്ള ഒരാളാണ്. അവർ ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങിയിരുന്നു, അതൊക്കെ പൊളിഞ്ഞു പോയി. പിന്നെ ടിക്ടോക്കിലേക്ക് വന്ന്, സോഷ്യൽ മീഡിയയിലേക്ക് വന്ന്, യൂട്യൂബ് ചാനൽ തുടങ്ങി, ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ ഇവർ പറയുന്നത്, ഇവർ ലൈഫിൽ ഒരുപാട് റിസ്ക് എടുത്ത ഒരാളാണ്. റിസ്ക് എടുക്കാത്ത ആളുകൾക്ക് ലൈഫിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റണം എന്നില്ല കേസ്. ലൈഫിൽ റിസ്ക് എടുക്കാൻ കഴിയണം. റിസ്ക് എടുക്കാണ്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ചാൽ എന്താ കാര്യമുള്ളത്? അപ്പോൾ എന്തായാലും റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വീട്ടിലൊരു ആൺകുട്ടി വീട്ടുകാരെങ്ങനെയാണ് നോക്കണത്, അതുപോലെ ഒരുപാട് ട്രൈ ചെയ്ത്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത്, സ്മാർട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചുണക്കുട്ടി എന്ന് പറയുന്ന ഒരുത്തിയാണ് മൂപ്പത്തിയാർ. അതിലൊരു സംശയമില്ല കേസ്. ഇതിപ്പോൾ മൂപ്പത്തിയാരെ ഇങ്ങനെ പൊക്കി വിടാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യണ പോലെയില്ല. എന്തായാലും അടിപൊളി. എൻ്റെ മാതൃകാ പുരുഷോത്തമികളിൽ ഒരാളാണ് ശ്രുതി തമ്പി എന്ന് അഭിമാനത്തോടു കൂടി, വളരെയധികം സ്നേഹത്തോടു കൂടി പറയുന്നു ഗൈസ്. എന്തായാലും ശ്രുതി തമ്പി അടിപൊളിയാണ്. ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ ഗൈസ്, ഈ ശ്രുതി തമ്പി അവർ വളരെ സ്ട്രഗ്ലിങ് സ്റ്റേജിൽ തന്നെ. ഞാനൊരു ഫീലിംഗ് ടൈപ്പ് മനുഷ്യനായതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ, എനിക്ക് അവരുടെ എക്സ്പ്രഷൻസും അവരുടെ ഇടപെടലൊക്കെ കാണുമ്പോൾ എനിക്കൊരു പാവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പൊതുവേ പെണ്ണുങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജോലിയില്ലെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ചെങ്ങായിട്ട് തലയിലാവുക, എന്നിട്ട് കുറേ ഫെമിനിസം എന്ന് പറഞ്ഞ് നടക്കുക. അങ്ങനെയുള്ള ഒരുത്തിയല്ല സുധി തമ്പി. സുധി തമ്പി പറഞ്ഞാൽ അവർ കാര്യമായിട്ട് കഷ്ടപ്പെടുകയും നല്ല എമ്പതിയുള്ള കൂട്ടത്തിലുള്ള ഒരാൾ, മറ്റുള്ളവരുടെ ലൈഫിൽ കയറിയിട്ട് ചുമ്മാ കയറി അഭിപ്രായം പറയാത്ത ഒരുത്തി, നെഗറ്റീവായിട്ടുള്ള ഒന്നും കാര്യങ്ങൾ സംസാരിക്കാത്ത ഒരുത്തി. അതൊക്കെ ഞാൻ കാര്യമായിട്ട് നോട്ട് ചെയ്തിരുന്നു ഗൈസ്. എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിരുന്നു അവർ ഇൻ്റർവ്യൂസ് കാണുന്ന സമയത്ത്. എന്ന് വെച്ചാൽ അവർ ഈ കോൺട്രവേഴ്സിയിൽ കിടക്കുന്ന സമയത്ത് ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ സന്തോഷം, അവർക്ക് അങ്ങനെ തന്നെ വേണം, അതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു മനുഷ്യൻ
എന്ന രീതിയിൽ, മഞ്ചത്തി എന്ന രീതിയിൽ അവർ ലോകത്തെ നോക്കിക്കാണുന്ന ഒരു രീതി അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള, ഹൃദയം നിറയുന്ന ഒരു സംഗതിയായിട്ട് തോന്നി ഗൈസ്. എന്തായാലും സുധി തമ്പിക്ക് അവരുടെ ജീവിതത്തിൽ അവരിപ്പോഴും പറയുന്നുണ്ട് ഞാനൊരു വീട് വെച്ചു ഇത് ആകെ എന്നുള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക, സാധാരണ ആണുങ്ങളാണ് വീട് വെച്ചിട്ടൊക്കെ കൊടുക്കുക വീട്ടുകാർക്ക്. ഇത് ഒരു പെണ്ണാണ് ചെയ്തത്. വലിയ സംഭവമാണ്, വലിയ സംഭവമാണത്. എന്നിട്ട് കണ്ണിക്കടിയാണ് ആളുകൾക്ക്. എന്താ കണ്ണിക്കടി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക, അസൂയ കുശുമ്പ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അവരവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് വെറുതെ ഈ അസൂയയും കുശുമ്പും ആയി നടക്കാണ്ട് നമുക്ക് എന്താണോ ടാലൻ്റ് ഉള്ളത് ആ ടാലൻറ്റ് ഫോക്കസ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യുക. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും മുന്നോട്ട് പോവുക, തകർന്ന് തരിപ്പണമായിട്ട് പോകരുത്. അഥവാ തളർന്നാലും മുന്നോട്ട് വരിക, ഉയർത്തെഴുന്നേൽക്കുക. നമ്മുടെ കൂടെ ആരും ഉണ്ടാവണമെന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അവർക്കൊരു സോഷ്യൽ പലർക്കും എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതലുള്ള ആളുകളുടെ എമ്പതിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവർക്ക് സുധി തമ്പിക്ക് നല്ല രീതിയിൽ എമ്പതി ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേസ്. അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ അതുണ്ട്. അവർക്ക് എന്തായാലും നല്ല രീതിയിൽ ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ് അവർ എന്നാണ് എനിക്ക് തോന്നുന്നത് കേസ്. അപ്പോൾ എന്താണ് സുധി തമ്പിയിൽ പറയുന്നുണ്ട് കുറേ കാശുണ്ടാക്കിക്കൊണ്ട് മാത്രമല്ല ഇനി ലൈഫിൽ ഇതൊക്കെ എപ്പോൾ വേണമെങ്കിൽ തകർന്ന് അരിപ്പണായി പോവാം, ഇനി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമില്ലേ, ഗ്രോത്ത് മൈൻഡ് സെറ്റാണത് അല്ലേ. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അതേപോലെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, പ്രചോദിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ് കേസ്. എന്തായാലും സുധി തമ്പിക്ക് ഭാവിയിൽ ഇനി ഒരുപാട് സന്തോഷങ്ങൾ വിജയങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു ഗൈ. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈ. ശ്രുതി തമ്പീനെ നെഗറ്റീവ് പറയുന്ന കുറേ ആളുകളുണ്ട്. എന്താ ത്രികോണാകൃതിയിലുള്ള സ്ഥലം വിറ്റിട്ട് റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് ആയിട്ടുള്ള ആളാണ് ശ്രുതി തമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഊളത്തരാണ് പറയുന്നത്. നാറികൾ സെക്ഷുവലൈസ് ചെയ്ത് സംസാരിക്കും ഒരുത്തിന് അല്ലേ. അല്ല മറുനാടൻ മലയാളീനെ കുറിച്ചൊക്കെ പറയുന്നത്, മറുനാടൻ മലയാളി എന്താ ഫേക്ക് ന്യൂസ് അവർക്കെതിരെ കൊടുത്തിരുന്നു. അവർക്ക് ഒരുപാട് ഹേറ്റേഴ്സ് വന്നിരുന്നു ടിക്ടോക്കിൽ നിന്നൊക്കെ. അങ്ങനെ ഹേറ്റേഴ്സ് വന്നുള്ള അതേ പ്ലാറ്റ്ഫോമിൽ ടിക്ടോക്കിൽ തന്നെ അവർ പിടിച്ചു നിന്നു. അത് അവരുടെ ലൈഫിൻ്റെ സക്സസ്സിനുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറി. അതൊരു വലിയ സംഭവമാണ് കേസ്. നമുക്ക് എവിടുന്നെങ്കിലും ഇവിടുന്ന് ഒരു അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ, എവിടുന്നെങ്കിലും അടി പറഞ്ഞാൽ തിരിച്ചടി കിട്ടിയിട്ടുണ്ടെങ്കിൽ, എവിടുന്നെങ്കിലും നമുക്കൊരു തളർച്ച നേരിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും അത് വിട്ടിട്ടുണ്ട് പോരില്ലേ, ഓടിപ്പോവും. ഉള്ളപ്പെടുത്തോലേ അത് പാട്ട് പേടിച്ചിട്ട്. ഇവരങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുകയല്ല ചെയ്ത്, അവിടെ തന്നെ നിന്ന് നിലനിന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവരെ ചില ഇൻ്റർവ്യൂസൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഒരു ഡിപ്രഷൻ സ്റ്റേജിലുള്ള ഒരാളുടെ ഫേസ് കണ്ട് നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. അപ്പോൾ എനിക്ക് പാവം തോന്നിയിരുന്നു എന്താണ് ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ അവരതിൽ നിന്നൊക്കെ കയറി വന്നു. ഇപ്പോൾ വളരെ സുന്ദരി കുട്ടി, അടിപൊളി. അന്ന് സുന്ദരിയായിരുന്നു, അന്ന് ഡിപ്രഷൻ അടിച്ച സുന്ദരി കുട്ടിയായിരുന്നു. ഇപ്പോൾ അടിപൊളിയായിട്ട് നല്ല ചന്തമുണ്ട്, നല്ല ഐശ്വര്യം ഉണ്ട് കാണാൻ. എന്തായാലും അടിപൊളി ഗൈസ്. ഭയങ്കര സന്തോഷം കേട്ടോ അവരെ ഹൗസ് വാമിങ്ങിൻ്റെ ഇതും വീഡിയോസും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഗതിയും. അതുപോലെ അവരുടെ അമ്മ അച്ഛനൊക്കെ നല്ല പ്രൗഡാണ് മകളെ ഓർത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു സംഗതി ഉണ്ടല്ലോ ഗൈസ്, നമുക്കിങ്ങനെ ആവേശം കയറും. എന്തായാലും നന്നായിട്ടുണ്ട് കേസ്. നമുക്ക് ചെയ്യാൻ പറ്റണില്ല ഇപ്പം ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു മാതൃകയായിട്ട് എടുക്കാവുന്ന വ്യക്തിയാണ് സുധി തമ്പി. അപ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ലൈഫിൽ, നമ്മുടെ ലൈഫിൽ നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് കയറുമ്പോൾ ഒരുപാട് നെഗറ്റിവിറ്റീസും കേൾക്കേണ്ടി വരും. പലരും നമ്മളെ കുറ്റപ്പെടുത്തും, ഒറ്റപ്പെടുത്തും, കളിയാക്കും, തരം താഴ്ത്തും, അപമാനിക്കും അല്ലേ. പലപ്പോഴും വിട്ടുപോകാനൊക്കെ, ഗിവ് അപ്പ് ചെയ്യാനൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. സുധി തമ്പിക്ക് ഇത് ചെയ്യാമെങ്കിൽ നമുക്കൊന്ന് ചെയ്യാൻ പറ്റും എന്നൊരു മാതൃകയാണ് സുധി തമ്പി നമുക്ക് മുന്നിൽ വെച്ചു തരുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും അടിപൊളിയായിട്ട് ഒരുപാട് വിജയങ്ങൾ, സന്തോഷങ്ങൾ, ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ടാവട്ടെ എന്ന് അതിയായി ആഗ്രഹിക്കുന്നു ഗൈസ്. എൻ്റെ ജീവിതത്തിലും ഇതൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ എന്നിട്ട് തന്നെ ആശംസിക്കുന്നു ഗൈസ്. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഗൈസ്. ബൈ ബൈ സുലാൻ.